അവർക്ക് കൂട്ടിരുന്നൊരു നായ. എന്തേ നായ ചെയ്തത്? ഐനിയായ നജസാണ് നായ. ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ കാണാം, നായയെ തൊട്ടാൽ ചെയ്യേണ്ട മസലകളെ സംബന്ധിച്ച് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. 7 തവണ കഴുകി വൃത്തിയാക്കേണ്ട ഐനിയായ തടി തന്നെ നജസായ ആ നായ ഉണ്ടല്ലോ, നായ മഹ്മൂദാണ്. വിശുദ്ധ ഖുർആനിലുള്ള കാട്ടിത്തരുകയാണ്. ഒരു നായ മഹ്മൂദായി എന്തേ ചെയ്തത്? അള്ളാഹുവിനെ ഭയപ്പെട്ട ആളുകളെ അങ്ങ് സ്നേഹിച്ചു. ഇന്നി ഉഹിബ്ബു അഹ്ബാബല്ലാഹ്, അള്ളാഹുവിനെ സ്നേഹിച്ചവർ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുകയാണ്. നായ പറയുകയാണ്, ആ നായ അള്ളാഹുവിന്റെ സ്വർഗത്തിലാണ്. നായ നന്മ ചെയ്തിട്ടുണ്ടോ? നിസ്കരിച്ചിട്ടുണ്ടോ? ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലൂടെ നജസെന്ന് വിളമ്പിയ പരിവേഷണം ചെയ്യപ്പെട്ട നായ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തിയതെങ്ങനെ? ഇന്നി ഉഹിബ്ബു അഹ്ബാബല്ലാഹ്, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടവരെ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് നായ പറഞ്ഞെങ്കിൽ ആ നായ പോലും സ്വർഗത്തിലാണ്. പിന്നെ മനുഷ്യന്റെ കാര്യമോ? പ്രിയവും സ്നേഹവും ഇൽമിനോടുള്ള മുഹബ്ബത്തും റബ്ബിനോടുള്ള നമ്മുടെ വല്ലാത്ത അടുപ്പത്തിന് കാരണമാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എമ്പാടും ഹദീസുകളെ വിശദീകരിച്ച സയ്യിദുൽ മുഫസ്സിരീൻ, അല്ലാഹുവിന്റെ വിശുദ്ധ കലാമിനെ ഏറ്റവും മനോഹരമായ തഫ്സീർ പറഞ്ഞു തന്ന മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഫാത്തായി. ഖബറിലേക്ക് വെക്കുമ്പോ ആരോ വിളിച്ചു പറയുകയാണ്, ഓതുകയാണ് വിശുദ്ധ ഖുർആന്റെ ആയത്ത്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. പരിശുദ്ധരായ സഹാബികൾ ചുറ്റുപാട് നോക്കുകയാണ്. ഒരു മനുഷ്യനെ പോലും കാണുന്നില്ല, ആരെയും ചുറ്റുപാട് കാണുന്നില്ല. എല്ലാ ആളുകളും അത്ഭുതത്തോടെ നോക്കുകയാണ്, ആരാണോ ഓതുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഖബറിലോട്ട് വെക്കുമ്പോ യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ആത്മശാന്തി പൂണ്ട ശരീരമേ, ഇർജിഇ ഇലാ റബ്ബിക റാദിയ റാദിയ റാദിയതൻ മർദിയ, അല്ലാഹുവിലേക്ക് തൃപ്തിയോടെ സമാധാനത്തോടെ സൗഭാഗ്യത്തോടെ റബ്ബിലേക്ക് പോരൂ എന്ന് വിളിച്ചു പറയുകയാണ്. ആരാണ് വിളിക്കുന്നതെന്നറിയുന്നില്ല. ഖബറിലേക്ക് വെക്കുമ്പോ മലക്കുകൾ സ്വാഗതം ചെയ്യുകയാണ്. മഹാനുഭാവന അടക്കം ചെയ്തു. ആ ഖബറിന്റെ മീതെ ഒരുപാട് ദിവസങ്ങൾ ഒരു പക്ഷി വരാറുണ്ടായിരുന്നു, ഇൽമിനെ സ്നേഹിച്ച പക്ഷി. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഖബറിന്റെ മുകളിൽ എമ്പാടും ദിവസം ഒരു പക്ഷി സ്ഥിരമായിട്ട് വന്നിരിക്കാറുണ്ടായിരുന്നു. സഹാബികൾക്കൊക്കെ അത്ഭുതം. കുറെ ദിവസം കഴിഞ്ഞപ്പോ മഹാനുഭാവന്റെ ആ ഖബറിന്റെ മീതെ ആ പക്ഷി ചത്തുകിടക്കുന്നുണ്ട്. സഹാബികൾ എന്ത് ചെയ്തു? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിടത്തിന്റെ ചാരത്ത് തന്നെ മറ്റൊരു കുഴി കുഴിച്ച് ആ പക്ഷി അതിൽ അടക്കം ചെയ്യുകയാണ്. പക്ഷിക്ക് പോലും ആലിമീങ്ങളോടും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനോടും വല്ലാത്ത മുഹബ്ബത്താണ്. നമ്മൾക്കൊക്കെ എന്ത് മുഹബ്ബത്താണ് അല്ലേ? വർഷത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള ആവേശത്തിന്റെ പരിപാടി ഉണ്ടാകുമ്പോൾ സംഗമിക്കാം. അള്ളാഹുവിലേക്ക് നമ്മളൊക്കെ മടങ്ങേണ്ടവരാണെന്നുള്ള ഒരു ബോധം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾക്കുണ്ടോ? അള്ളാഹുവിലേക്ക് നമ്മൾ പോകേണ്ടവരല്ലേ? ഓരോ ദിവസവും എത്ര ആളുകളാണ് പെട്ടെന്ന് മരിച്ചു പോകുന്നത്. ആലോചിച്ച് നോക്കി. ഞാൻ വളാഞ്ചേരി മർക്കസു തർബിയത്തുൽ ഇസ്ലാമിയയിൽ പഠിക്കുകയാണ്. അവിടെ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു നിസാമുദ്ദീൻ എന്നൊരു പൊന്നുമോൻ പെരുന്നാളിന്റെ തലേന്ന് വളരെ സങ്കടമുള്ളൊരു സംഭവമാണ്. പെരുന്നാളിന്റെ തലേന്ന് ആ നിസാമുദ്ദീന്റെ ഉമ്മയും ഉപ്പയും ഒരു പെങ്ങളും പിന്നെ നിസാം 4 പേരാണ് വീട്ടിലുള്ളത്. പെരുന്നാൾ തലേന്ന് വീട്ടിലുള്ള എല്ലാവർക്കും പുതുപുത്തൻ ഡ്രസ്സ് എടുത്ത് വരുമ്പോ വളാഞ്ചേരി ഭാഗത്തുനിന്ന് ആക്സിഡന്റ് പറ്റി ഉമ്മയും ഉപ്പയും കുഞ്ഞു പെങ്ങളും റോട്ടിൽ കിടന്നുകൊണ്ട് രക്തം വാർന്ന് മരിക്കുകയാണ്. ആ നിസാമിനെ കാണുമ്പോൾ സങ്കടപ്പെട്ടു പോവാണ് എല്ലാവരും. വീട്ടിലുള്ള ഉമ്മയും ഉപ്പയും ആകെയുള്ള കുഞ്ഞു പെങ്ങളും മരിച്ചുപോയി. ഇനിയും മോൻ ഒറ്റക്കാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ ഒരു വിധിയുടെ ഒരു അള്ളാഹ്ക്ക് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ സ്ഥിരമായിട്ട് യാത്ര പോകുന്നവരാണ്. എപ്പോഴെങ്കിലും ഒരു അശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തന്നാൽ അത് മതി റോട്ടിൽ കിടന്ന് രക്തം വാർന്നുകൊണ്ട് മരിക്കാൻ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉസ്താദേ, എനിക്ക് ഇൽമു പഠിക്കാൻ ഏതാനും പറ്റിയില്ല.
ഞാൻ എന്ത് ചെയ്യണം? ആലിമാകാൻ എനിക്ക് പറ്റിയില്ല, ഭാഗ്യം കിട്ടിയില്ല, എന്റെ ജീവിത പ്രശ്നമായി. പക്ഷേ അള്ളാഹുവിന്റെ സ്വർഗ ദീനും അതിന്റെ കാര്യങ്ങളും എനിക്ക് വല്ലാത്ത മുഹബ്ബത്താണ്. എനിക്ക് സ്വർഗം കിട്ടിയേ അടങ്ങും. ഞാൻ എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ പരിശുദ്ധരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, രണ്ട് കാര്യമാണ് ഒരു മനുഷ്യൻ ചെയ്താൽ, രണ്ട് കാര്യം ഒരു മനുഷ്യൻ ജീവിതത്തിലും ചെയ്താ 6 കാര്യം അല്ലാഹു ആ മനുഷ്യന് കൊടുക്കുമെന്ന് മദീനയുടെ മണവാളനായ അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സഹാബ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? 5 വഖ്ത് നമസ്കാരം നിങ്ങൾ ജമാഅത്തായി നിസ്കരിച്ചാൽ, 5 വഖ്ത് നിസ്കാരം നിങ്ങൾ ജമാഅത്തായി നിസ്കരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 6 കാര്യം നിങ്ങൾക്ക് തരികയാണ്. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? നിങ്ങൾ ഇൽമിന്റെ വിജ്ഞാനത്തിന്റെ സദസ്സിൽ നിങ്ങൾ പങ്കെടുക്കണേ. അല്ലാഹുവിന്റെ അറിവ് വിളമ്പുന്ന വിജ്ഞാനത്തിന്റെ മനോമുകുളങ്ങൾ പെയ്തിറങ്ങുന്ന സദസ്സിലേക്ക് നിങ്ങൾ കടന്നു വന്നിരിക്കണേ എന്ന് ലോകത്തിന്റെ നായകരെ മദീനയുടെ മുത്തായ മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് ചൊല്ലൂ പ്രിയപ്പെട്ടവരെ. മദീനയുടെ രാജകുമാരനെ മുസ്തഫ, മദീനയുടെ മഹബ്ബത്തിന്റെ മനോഹരമായ മുഖത്തിനുടമയെ മുസ്തഫ, എന്റെ കൽബിന്റെ തീനാളമേ മുസ്തഫ. ആരംഭ പൂവിനോട് സഹാബികളെ ചോദിച്ചു, നബിയേ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ നബിയേ, ഏതാണ് 6 കാര്യമെന്നൊന്ന് പറഞ്ഞു തരൂ നബിയേ. 6 കാര്യമുണ്ടെന്ന് പറഞ്ഞല്ലോ. ജമാഅത്ത് നിസ്കരിച്ച ഇൽമിന്റെ സദസ്സിൽ പോയിരുന്നാൽ മണിക്കൂറുകളോളം ഞാൻ കാത്തിരുന്നല്ലോ. അല്ലാഹ് 7 മണിക്ക് ഞാൻ സദസ്സിൽ വന്നിരുന്നു. അല്ലാഹു ഉമ്മ നിങ്ങൾക്ക് തരാൻ പോകുന്നത് 6 കാര്യമാണ്. ഇത് ഏതെങ്കിലും പാരമക്കാരൻ പറഞ്ഞതല്ല, ഏതെങ്കിലും പത്രക്കാരൻ വിളമ്പിയതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബുണ്ടല്ലോ എന്തെങ്കിലും ഹവ വിളമ്പുന്നവരല്ല. വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വഹിയാണ്, വിജ്ഞാനമാണ്. അള്ളയാണ് പറഞ്ഞു കൊടുക്കുന്നത്. നബിയെ നിങ്ങൾ പറയുന്നു പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ വഹിയുടെ ജ്ഞാനമായ ഹദീസാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത്. അതിന്റെ സദസ്സിലേക്ക് കടന്നു വന്നിരുന്നു 3 മണിക്കൂർ എനിക്ക് വേസ്റ്റ് ആയെന്ന് കരുതണ്ട. ഒരുപാട് പേരുണ്ടാകും റോട്ടിലൂടെ നടക്കുന്നവർ. ഇതിനൊന്നും വരാൻ ഭാഗ്യമില്ലാത്ത എത്ര ആളുകളുണ്ട്. ഒന്നാലോചിച്ച് നോക്കി, ഹോസ്പിറ്റലിൽ കാലും കൈയും മുറിഞ്ഞെടുക്കാൻ ഉസ്താദേ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല, വിഷമങ്ങളാണ്, ഡയാലിസിസ് ആണ്, ഹേർട്ടിന് ഡിസീസ് ആണ്, ക്യാൻസർ ആണ്, പല പ്രശ്നങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് എത്ര പേര് വീട്ടിയിരിപ്പുണ്ട് അല്ലേ? അതിൽ നിന്നൊക്കെ വിഭിന്നമായി അള്ളാഹുവിനെ സംബന്ധിച്ച് കേൾക്കാൻ മനോഹരമായ ദുആയിൽ ഉസ്താദ് അവർകൾ നേതൃത്വം കൊടുക്കുന്ന ദുആയിൽ വന്നിരിക്കാൻ അള്ള ഭാഗ്യം തന്നതാണ്. അള്ളാഹു സെലക്ട് എല്ലാവർക്കും കിട്ടൂല അല്ലേ? അള്ളാഹു, ഞാൻ ഫസ്റ്റ് ഒരു ഹദീസ് പറഞ്ഞു, ഒരാൾക്ക് അള്ളാഹു നന്മ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിയായ വിജ്ഞാനം കൊടുക്കുന്നതാണ് അല്ലേ? അതിന്റെ അർത്ഥം എന്താണ്? ദീനിയായ വിജ്ഞാനം കിട്ടുന്ന സദസ്സിലേക്ക് ഒരാൾ വരണമെങ്കിൽ അള്ളാഹു നന്മ ഉദ്ദേശിക്കണ്ടേ? ഒരാൾക്ക് അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ ദീനിയായ വിജ്ഞാനം. ഇവിടെ പറയുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ വജ്ഹിന്റെ വർത്തമാനങ്ങളാണ്. അത് കിട്ടാൻ ഇവിടേക്ക് വരുന്നു എന്ന്, ഇവിടേക്ക് വരാനുള്ള ഭാഗ്യം കിട്ടിയത് അൽഹംദുലില്ലാഹ് അള്ളാഹു വലിയ സൗഭാഗ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ സ്വഹാബികൾ ചോദിച്ചു, നബിയെ ഇൽമിന്റെ സദസ്സിലേക്ക് കടന്നു വന്നിരുന്ന ഇൽമു പഠിച്ചാൽ കിട്ടുന്ന 6 കാര്യം ഒന്ന് പറഞ്ഞു തരൂ നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ 5 വഖ്ത് നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചോ. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ പറയുന്ന സദസ്സിലേക്ക് പോയിക്കോ. അല്ലാഹു തരാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം ഏതാ? ഹലാലൻ ത്വയ്യിബാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം നമ്മൾക്ക് നൽകുകയാണ്. അല്ലാഹു പൊരുത്തപ്പെട്ട ഭക്ഷണം അല്ലാഹു നൽകുകയാ. ഒരിക്കലും തന്നെ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾക്ക് സങ്കടപ്പെടേണ്ടതില്ല, ജീവിതത്തിൽ പ്രയാസപ്പെടേണ്ടതില്ല. അല്ലാഹുവേ